ഇപ്പം എന്ത് പറഞ്ഞാലും യുക്തിവാദികളുടെ സംസാരത്തിന് മറുപടി പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ള സമയം ഇവിടെ ഇല്ല. ഞാൻ ഇപ്പം എന്തായാലും ഇപ്പോൾ വിശ്വാസികളോട് പറയുന്നു എന്നുള്ള നിലയ്ക്ക് മത്സരം ഉണ്ടോ എന്നുള്ള യുക്തിപരമായിട്ട് ഇവിടെ സമർത്ഥിക്കണമല്ലോ, അതിന് ടൈം വേണ്ടി വരും. ഇപ്പം അങ്ങനത്തെ കാലമാണേ. എന്ത് പറഞ്ഞാലും അതിനപ്പം മറുപടി ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. യുക്തിവാദം, നിരീശ്വരവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ലോകത്ത്. പക്ഷേ ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മളിവിടെ ഈ വിഷയം, ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ എടുക്കാൻ കാരണം. ഞാൻ ഓതി വെച്ച ആയത്ത് അത് തന്നെയാണ്. പക്ഷേ യുക്തിവാദത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിലേക്ക് ഞാൻ പോണില്ല. ഇന്ന് ഈ യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും സംവാദങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കോ, ശ്രദ്ധിച്ചേ എല്ലാവരും. എവിടെ യുക്തിവാദികളുടെ സംവാദം നടക്കുന്നു, നിരീശ്വരവാദത്തിൻ്റെ സമ്മേളനം നടക്കുന്നു, അവിടെ എല്ലാം ഇപ്പോൾ മതം മനുഷ്യനെ എന്തിന്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, ഇങ്ങനെ പല അഡ്രസ്സിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ചോ. ഈ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും സംവാദങ്ങൾ നടക്കുന്നിടത്തിൽ അവിടെ സംസാരിക്കുന്ന, ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഏക മതം പരിശുദ്ധ ഇസ്ലാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വേറെ ഇസ്ലാം മാത്രമാണോ മതങ്ങളുള്ളൂ? വേറെ ഒരു മതത്തെ സംബന്ധിച്ചും അവിടെ പരാമർശിക്കപ്പെടില്ല. ഒരു മതത്തിൻ്റെ ആചാര്യന്മാരെ സംബന്ധിച്ചും അവിടെ സംസാരിക്കപ്പെടില്ല. അവിടെ ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. എടുത്തു നോക്കിക്കോ, ഇസ്ലാമിനെയും നബിത്തങ്ങളെയും മാത്രം ആക്ഷേപിക്കുന്ന സംവാദങ്ങളാണ് നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും വേദികൾ നമ്മൾ കാണുന്നത്. അവിടെ സംബന്ധിക്കുന്നതായ ആളുകളോ, പരിപാടി നടത്തുന്നവനാകട്ടെ, സംഘാടകനാകട്ടെ, സംഘടിപ്പിക്കപ്പെടുന്നവരാകട്ടെ, ആരുമാകട്ടെ, അവിടെ വരുന്നതിൽ 90% എക്സ് മുസ്ലിങ്ങളാണ്. ഇതിൽ നിന്ന് പോയവരാ. ക്രിസ്തു മതത്തിൽ നിന്നും, ഹിന്ദു മതത്തിൽ നിന്നും, ജൈന മതത്തിൽ നിന്നും, സിഖ് മതത്തിൽ നിന്നും അങ്ങനെയൊന്നും വന്നവരല്ല. 90% മുസ്ലിം സമുദായത്തിൻ്റെ വക്താക്കളായിരിക്കും. ആക്ഷേപിക്കപ്പെടുന്നതെല്ലാം അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച ജാരസന്തതിയാണ്? ഏതെങ്കിലും ഒരു യുക്തിവാദത്തിൻ്റെ സദസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പിതാവുണ്ടോ? പിതാവില്ലാതെ ഒരു ജനിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് പറയാൻ പാടില്ല, യുക്തിവാദികൾ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാമൻ രാവണനെ കൊന്ന കൊലയാളിയാണ്, രാമൻ കൊലയാളിയാണ് എന്ന് ഈ ആകാശത്തിൻ്റെ താഴെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, ഞാൻ ഇതിലേക്ക് പോണില്ല. ഈ പറയപ്പെടുന്നവിടത്തെല്ലാം ആക്ഷേപിക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാം. ബാക്കിയൊന്നും ആർക്കും മതമല്ല. എന്തുകൊണ്ടാണ് ബഹുമാനികളെ ഇത് ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തുകൊണ്ടാണ് ബഹുമാനികളെ ഇത്? ഒറ്റ മറുപടി ഉള്ളൂ അതിന്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലയറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ. ഹസദാ, അതാ വിഷയമുള്ളൂ. മുസ്ലിങ്ങളെ, നിങ്ങളുടെ ഈ സംസ്കാരം, ഇസ്ലാമിൻ്റെ വിശ്വാസവും ഇസ്ലാമിൻ്റെ ആദർശവും ഇസ്ലാമിൻ്റെ സംസ്കാരവും ബുദ്ധിക്ക് ഇണങ്ങുന്നതാണ്, യുക്തിക്ക് നിരക്കുന്നതാണ്, പ്രകൃതിക്ക് യോജിക്കുന്നതാണ്. ബാക്കി ഏത് മതത്തിൻ്റെ വിശ്വാസവും സംസ്കാരവും ആദർശവും ബുദ്ധിക്ക് യോജിക്കുന്നില്ല, യുക്തിക്ക് ഇണങ്ങുന്നില്ല, പ്രകൃതിയോട് താരമ്യപ്പെടുന്നില്ല. ഇവിടെയൊക്കെ പ്രശ്നമാണ്. കാരണം അത്രമാത്രം വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതര മതങ്ങളെല്ലാം ചീഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യാത്ത ഒന്നുണ്ടെങ്കിൽ ഇസ്ലാമേ ഉള്ളൂ. അതിനെ ചീക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. നിങ്ങൾ തീവ്രവാദികളല്ല, നിങ്ങൾ രാജ്യദ്രോഹികളല്ല, നിങ്ങൾ ചാരന്മാരല്ല, നിങ്ങൾ ടാക്സ് തടഞ്ഞു വെക്കുന്നവരല്ല, നിങ്ങൾ നോട്ട് പൂഴ്ത്തി വെക്കുന്നവരല്ല. കാരണം എന്താ? ഇവിടെ ഒന്നും നിങ്ങളെ നേർക്ക് നേരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ എല്ലാം കള്ളക്കേസിൽ കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, നിങ്ങളുടെ ഈ ആദർശവും സംസ്കാരവും ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ആദർശവും സംസ്കാരവും വിശ്വാസവും ഇവിടെ നിലനിൽക്കാൻ അനിവാര്യമാണ്. ഇതാണ് യുക്തിവാദം. തീർന്നു, ഞാൻ നിർത്തി. ഇതാണ് യുക്തിവാദം. അപ്പൊ ജനങ്ങളെ, മഹ്ശറ എന്ന് പറയുന്ന വൻസഭ, ഇപ്പൊ വിശ്വാസികളോടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ശൈലിയിൽ എൻ്റെ സംസാരം കേൾക്കും.
എല്ലാവരും നെട്ടോട്ടോടിക്കാൻ. എന്തിനാ മക്കളെ വളർത്തുന്നത്? മറുപടി, നെട്ടോട്ടമോടുന്ന മത്സരയിൽ ഇതാ കുറെ പുരുഷന്മാര്, കുറെ സ്ത്രീകള്, ഒരസ്വസ്ഥതയില്ല. ഈ മത്സര എന്നൊക്കെ പറയണത് ചുമ്മാ അങ്ങടെ ഈ ലാഘവത്തോടെ കേൾക്കേണ്ട കേസൊന്നുമല്ല. അള്ളാഹുവേ ഞങ്ങളെ നരകത്തിലേക്കൊന്നും അങ്ങോട്ട് മാറ്റി താട്ടെ അള്ളാഹ് എന്നൊരു മനുഷ്യൻ ആവശ്യപ്പെടണമെങ്കിൽ മത്സരയുടെ ദുരിതം എങ്ങനെ ഉണ്ടാവും? സ്വർഗത്തിലേക്കാക്കാനല്ല പറഞ്ഞേ, ഞങ്ങളെ നരകത്തിലേക്കൊന്ന് ആക്കിത്താട്ടെ റബ്ബേ. അത്രമാത്രം ദുരിതമാണ് മത്സര. പഠിച്ചവനെ ഇനി എത്ര മണിക്കൂറുണ്ടെന്ന് അറിയില്ല റബ്ബേ. ഇനി എത്ര ശ്വാസം അകത്തേക്ക് കയറും, എത്ര ശ്വാസം പുറത്തേക്ക് തള്ളൂ എന്നറിയില്ല പഠിച്ചവന്. ഇതിനൊരു കണക്കുണ്ട് ബഹുമാനികളെ. അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിന് കണക്കുണ്ട്, പുറത്തേക്ക് തള്ളുന്ന ശ്വാസത്തിന് കണക്കുണ്ട്. ആ കണക്കങ്ങോട്ട് തീർന്നാൽ അകത്തേക്ക് വലിച്ചിട്ട് കയറുന്നില്ല, പുറത്തേക്ക് തള്ളിയിട്ട് പോകുന്നില്ല. മൂക്കിന് ദ്വാരമില്ലാഞ്ഞിട്ടല്ല, ശ്വാസകോശം അവിടെ നഷ്ടപ്പെട്ടിട്ടല്ല, ശ്വാസം പോകുന്നതായ നാളം മുടക്കം വന്നിട്ടല്ല, ഇവിടെ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടല്ല, ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടറിൽ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല, നഴ്സുമാരില്ലാഞ്ഞിട്ടല്ല, എല്ലാ സംവിധാനങ്ങളും ഉണ്ടടോ. പക്ഷേ അകത്തേക്ക് വലിക്കാനുള്ളതിന്റെ കണക്ക് ക്ലോസ് ആയി പോയി. പിന്നെ വലിച്ചിട്ട് കയറുന്നില്ല. അകത്തേക്ക് വലിക്കാൻ, പുറത്തേക്ക് തള്ളാൻ കണക്ക് ആക്കപ്പെട്ട മനുഷ്യരെ. നാവ് കൊണ്ടുള്ള സംസാരം, ബാബാമൂലിക്ക് പറയുന്നതിന് വാക്കിന് കണക്കുണ്ട്, ചുമ്മാ കൊട്ടക്കമ്പതി എന്നേക്കണല്ല. നിന്റെ നാവ് കൊണ്ട് ഈ ഭൂമുഖത്ത് നീ ഇത്ര സംസാരം സംസാരിക്കും. ആ എണ്ണം അങ്ങ് പൂർത്തിയായാൽ ബാബാ മുസ്ലിയാരും മിണ്ടുന്നില്ല. വായ തുറന്നു നോക്കിയപ്പോ നാക്ക് പൂർണ്ണമായി കിടക്കുന്നുണ്ട്, ഞരമ്പുകളെല്ലാം ഓക്കെയാണ്, ബ്ലഡുകളെല്ലാം യഥാവിധി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സംസാരം വരുന്നില്ല, വർത്തമാനം ക്ലോസായി പോയി. എണ്ണം ക്ലോസ് ആവുന്നതിന് മുമ്പ് പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ പറയാൻ, സലവാത്തുകൾ ആവർത്തിക്കാൻ ഞങ്ങളുടെ നാവിന് ഭാഗ്യം തരണേ പടച്ചവനെ. ഇങ്ങനെ ശബ്ദം കണക്കാക്കപ്പെട്ടവനെ, ശ്വാസം കണക്കാക്കപ്പെട്ടവരെ, നിങ്ങൾ ഭൂമുഖത്ത് എങ്ങനെയാണ് സന്തോഷിക്കുക? അതാണ്. ആനന്ദിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ രസങ്ങളും ഇവിടുത്തെ സുഖങ്ങളും ആനന്ദങ്ങളും കണ്ടിട്ട് എങ്ങനെയാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്? അകത്തേക്ക് വലിക്കാനുള്ളതിൽ കണക്കാക്കപ്പെട്ടു പോയില്ലേ, പുറത്തേക്ക് തള്ളാൻ കണക്കാക്കപ്പെട്ടു പോയില്ലേ? ഇതൊക്കെ ബുദ്ധിയുള്ളവർ ചോദിക്കണ ചോദ്യമാണ്. പഠിച്ചവനെ, ഇതുപോലുള്ള ഒരു രാത്രിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസത്തിൻ്റെ പകലിലോ അന്ത്യശ്വാസം വലിക്കുന്ന ഭാഗ്യവാന്മാരുടെ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവല്ലേ, ഞാൻ തൊടണില്ല. അതേ കയറി പിടിച്ചാൽ പിന്നെ അത് വേറെ വിഷയം കിട്ടു. അല്ലാ റഹ്മാനെ, ഈ ദുനിയാവിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദുനിയാവിൽ മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന ഏതെങ്കിലും ജീവി ഉണ്ടോ? നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ ആട്, ഇപ്പോൾ അവിടെ ഇരിക്കണത് ആട്. മുസാഫർ വലിയുള്ളാൻ്റെ ഹദറത്തിൽ നേർച്ചയായിട്ട് വന്നേക്കണ ആടായിരിക്കാം അല്ലേ? നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുക ഒരാൾ. അപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ ഈ തുണി അയാളിങ്ങനെ ഒരു വശം ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാണ് പോണേ. അപ്പോൾ ഇത് അണ്ടർവെയറിൻ്റെ വള്ളിയുടെ കെട്ട് അഴിഞ്ഞു പോയത് ഇയാൾ അറിഞ്ഞിട്ടില്ല. അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ നടത്തം ഇപ്പം തന്നെ നിന്നു പോവും. ഈ അണ്ടർവെയർ ഇങ്ങനെ ഇറങ്ങിപ്പോണ കണ്ടുകൊണ്ട് ദേ ഇക്കണ ആട്. അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ആട് ചിരിക്കുന്നത്? ദുനിയാവി കണ്ടിട്ടുണ്ടോ? പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ കാല് തന്നിട്ട് ഒറ്റ വീടില് കൊപ്രാവെള്ളം ആകെ നിന്റെ മേത്തേക്ക്. പശു അവിടെ തൊട്ട് അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിലെ പശു ഇതുവരെ ചിരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല, ആടും ചിരിക്കുന്ന കേട്ടിട്ടില്ല. അപ്പൊ ഇതാരാണ്? അതാ ചോദിച്ചേ. അള്ളാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. പൊന്നാനബി തങ്ങളുടെ ചിരി അങ്ങനെയായിരുന്നാണ്. ഭയങ്കര സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മുൻവശത്തെ 2 പല്ലിൻ്റെ ആ ഒരല്പം പ്രകാശം പുറത്ത് കാണും. അതാ ഏറ്റവും വലിയ ചിരി. അങ്ങനെ ദുനിയാവിൽ ജീവിക്കാൻ ഈ പൊട്ടനെ കൊണ്ട് സാധിക്കുമോ? ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോപ്പൊട്ടാമസ് വിളിക്കണവർ എൻ്റെ വായങ്ങ് പൊളിഞ്ഞോളൂ.
ചിരി അത് തന്നെ. അല്ലാഹു അക്ബർ. അല്ലാ പഠിച്ചവനെ, ഇനി എത്ര സമയമുണ്ടെന്ന് അറിയില്ല ബഹുമാനികൾ. എല്ലാവരും പോയില്ലേ? അല്ല ചുമ്മാ പോട്ടെ പോട്ടെ. അപ്പം മനുഷ്യരേൽ ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ, മക്കളെ വളർത്തുന്ന എന്തിനാന്നുള്ള മറുപടി പറഞ്ഞാണ്. മനുഷ്യരിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. മനുഷ്യറ, ഭയാനകമായ മനുഷ്യറ. അങ്ങനെ ഓടുമ്പോൾ കാണാം കുറേ സ്ത്രീകൾ, കുറേ പുരുഷന്മാർ. ഒരസ്വസ്ഥതയില്ല, അവർക്ക് പ്രത്യേകമായ ഇരിപ്പിടം. അവിടെ കയറി അവരിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുകയല്ല, അവരുടെ തലയിൽ ചില കിരീടങ്ങൾ ചൂടിക്കപ്പെട്ടിരിക്കുന്നു. ആ കിരീടങ്ങളിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ വരികയാണ്. ആ പ്രകാശം കാണുമ്പോഴാണ് ഈ ഓടുന്ന ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്, എവിടെ നിന്നാണ് ഈ പ്രകാശം? അങ്ങനെ നോക്കുമ്പോൾ ചിലരുടെ ശിരസിൽ വച്ചിരിക്കുന്ന കിരീടങ്ങളാണ്. ഉടനെ സംശയപ്പെട്ട അന്തം വിട്ട് ജനങ്ങൾ നോക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ ഭാഗത്തുനിന്ന് മാലാഖമാർ വിളിച്ചു പറയുന്നു, ഈ ആണുങ്ങളെ കണ്ടിട്ടാണോ പെണ്ണുങ്ങളെ കണ്ടിട്ടാണോ നിങ്ങൾ അന്തം വിടുന്നത്? ഇതാരായി സ്ത്രീകളെന്നറിയോ, ആരായി പുരുഷന്മാരെന്നറിയോ? മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി. ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. ആ മക്കൾക്ക് അവർ പരിശുദ്ധ കലാമിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. അവരെ മദ്രസയിലേക്കാക്കി ദീനിയായ ഇൽമു പകർന്നു കൊടുത്തു. ആ കിട്ടിയ ഇൽമനുസരിച്ച് ആ മക്കൾ ജീവിച്ചു. അങ്ങനെ ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹു ആദരവ് നൽകിയ മാതാക്കളാണ്, പിതാക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾ നന്മ ചെയ്തപ്പോൾ ഉമ്മ ഉയർന്നു, ഉപ്പ ഉയർന്നു. മഹ്ശറിൽ ഇത് മീസാന്റെ അടുത്തേക്ക് അവിടെ ചെല്ലുമ്പോഴേ അങ്ങനെ ഒരു സാധനമുണ്ട്, വൽ വസ്നു യൗമൈദിനിൽ ഹഖ്. നീ ഇവിടെ ചെയ്ത നന്മകളും തിന്മകളും നിന്നെ ബോധ്യപ്പെടുത്തുന്ന ദിവസം സത്യമാണ്. എനിക്ക് നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നെ അല്ലാഹു തആല മഹ്ശറിലേക്ക് കൂട്ടം കൂട്ടുമ്പോൾ ബഹുമാനികളെ മാലാഖമാരെ വിളിച്ചിട്ട് പ്രത്യേകം ഇന്നാലിന്ന വ്യക്തിയുടെ, ഇന്നാലിന്ന പിതാവിന്റെ മകൻ, ഇന്നാലിന്റെ പിതാവിന്റെ മകൾ ഒരു കാലത്തും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു, അടുത്ത ഭാഗത്തേക്ക് പോയിക്കോ. ഭയങ്കര, നിങ്ങളൊന്ന് ചിന്തിച്ചു എനിക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വെഹിക്കിളിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ എല്ലാവരും നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ നിന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും രേഖപ്പെടുത്തുന്നു. എന്താല്ലേ ഇതൊക്കെ ഒരു 10-50 കൊല്ലം മുമ്പ്, 10-35 കൊല്ലം മുമ്പൊക്കെ പറയുമ്പോൾ ആൾക്കാരെ വിശ്വസിപ്പിക്കണമെങ്കിൽ കുറേ പണിയുണ്ടായി. ഇപ്പം വിശ്വസിക്കും. ഞാനീ പറയണ എല്ലാം എത്രയോ ഭാഗങ്ങളിൽ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഇതിന് എഴുതുന്നുണ്ടോ? കുറേ പ്ലാസ്റ്റിക്കിൻ്റെയും കുറേ സ്റ്റീലിൻ്റെയും കുറേ ഇരുമ്പിൻ്റെയും കുറേ റബ്ബറിൻ്റെയും കുറേ കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് ഇത് ഈ നിലയിലേക്ക് ആക്കാൻ വേണ്ടി ശരിയാക്കി എടുത്തുതരാ ഈ മൂള. ഈ മൂളയുടെ ഉടമയുടെ പേരാണ് ഇലാഹാകുന്ന തമ്പുരാൻ. ഇത് ഈ സൃഷ്ടിച്ചതായ ഈ സൃഷ്ടിച്ച ഇതുണ്ടാക്കിയ സൃഷ്ടാവിന് ഈ പറയപ്പെട്ട നിലയ്ക്ക് ഈ സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്നത് സുരക്ഷിതമാക്കി സൂക്ഷിക്കാൻ കഴിവില്ലാത്തവനാണോ? ഇതാണ് നിങ്ങൾ പറയുന്ന നന്മ, നിങ്ങൾ പറയുന്ന തിന്മ നാളെ റെക്കോർഡാക്കിയിട്ടും കൂടി വരും. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി. ചില ആളുകൾക്ക് മുൻവശത്ത് വലത്തെ കയ്യിൽ കിട്ടും, ചിലരുടെ കിതാബ് തലയ്ക്ക് മോളിയുടെ പുറകോട്ട് പോകും. എന്നിട്ട് ഈ ഇടത്തെ കയ്യിൽ ഇടങ്ങേറായിട്ടുള്ള കൊടുക്കല അത് പുറകുവശത്തോടെ. അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ, കിതാബ് കടന്നു പോകുമോ റബ്ബേ എന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, വലത്തെ കയ്യിലേക്ക്. നമ്മൾ അന്തം വിടൂലേ? ഇതിനാ സിറാത്തിന്റെ കവാടത്തിലേക്ക് പോവുകയാണ്. അവിടെ വിളിക്കുക, അല്ലാഹുമ്മ സല്ലിം സല്ലിം. ഏ സഹോദരാ, നീ ഇങ്ങോട്ട് പെട്ടെന്ന് പോരെ പോരെ, നീ അവിടെ തടഞ്ഞേക്കേണ്ട ആളല്ല. യാ റബ്ബി സല്ലിം സല്ലിം, സഹോദരി ഇങ്ങ് കടന്നു പോരെ കടന്നു പോരെ. അപ്പോഴാണ് അന്തം ഇവിടെ. പടച്ചവനെ, യാ റബ്ബി അൻഹാദാ, അല്ലാഹുവേ ഞാൻ ഈ നിലയ്ക്ക് പരിഗണിക്കപ്പെടാൻ ഞാൻ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ പടച്ചവനെ. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോവും, ഇത്രയും വലിയ പരിഗണന എവിടെ കിട്ടാൻ, ഞാൻ അവിടെ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ അല്ലാ. റബ്ബിന്റെ ഭാഗത്തുനിന്ന് മറുപടി, നിന്നെ നിലവാരത്തിലേക്ക് ഉയർത്ത നിന്റെ പൊന്നുമക്കളുടെ ദുആയാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനാ മക്കളെ വളർത്തുന്നത്? നമ്മ അങ്ങ് അന്ത്യശ്വാസം വലിച്ചാലും നമുക്ക് വേണ്ടി 3 നന്മകൾ നിലനിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനകത്ത് തങ്ങൾ പറഞ്ഞ ഒന്നാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾ. ഇപ്പൊ മക്കളെ വളർത്തുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? മക്കളെ എന്തിനാണ് വളർത്തുന്നത്? ആഖിറത്തിലേക്കുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഇത് മാത്രമാണോ നമ്മൾ മക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ദുനിയാവിൽ മക്കളെ, ഇനിയേ
ഇപ്പം ഇത്രയും കേട്ട സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ആത്മപരിശോധന നടത്ത്. ഈ ഇരിക്കണവരെല്ലാം ഓരോ വാപ്പാടെ ഉമ്മാടെയൊക്കെ മക്കളല്ലേ? ഇവിടെ സഹോദരിമാരില്ലേ? സഹോദരിമാരെവിടെ ഇരിക്കണേ? ഇവിടെയൊക്കെ ഇരിപ്പുണ്ടല്ലേ? ആ ആ അതിനകത്തല്ലേ മദ്രസ കെട്ടാണോ? ആ അവിടെ ഇരിപ്പുണ്ട്. സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങളൊക്കെ 10 മാസം ഒരു ഉമ്മാടെ ഉദരത്തിൽ കിടന്ന് മരണവേദനയോടടുത്ത വേദന, അതാണ് പ്രസവത്തിൻ്റെ വേദനയെ പറ്റി മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കണം. മരണവേദനയോടടുത്ത വേദന അത് സഹിച്ച് പ്രസവിച്ച് 2 കൊല്ലക്കാലം പാല് കൊടുത്ത് ഓമനിച്ച് ഇത്രയും ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ വളർത്തപ്പെട്ട മക്കളിൽ ഇരിക്കണവരൊക്കെ ഇരിക്കണമൊക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഒരു ഉമ്മയുടെ വയറ്റിൽ 10 മാസങ്ങൾ ഈ ഇരിക്കണവരൊക്കെ, അല്ലാണ്ട് ഇപ്പോൾ വാപ്പ ഇങ്ങനെ മുമ്പ് വശത്ത് ഇങ്ങനെ കസേരയിൽ ചാരി ഇരിക്കുമ്പോൾ ഉമ്മ അവിടെ താഴ്ത്ത് അവിടെ ഇരുന്ന്, അപ്പോൾ എടീ നവീസ, ഓ നമുക്കൊരു മോനുണ്ടാവണ്ടേ എടി, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലമാവാറായല്ലോ, ആ ഉമ്മക്കൊരു മോനുണ്ടാവണം. അപ്പോൾ വാപ്പ ആർപ്പിച്ചിട്ട് അപ്പോൾ ഉമ്മ അപ്പോൾ അതേ കിടക്കുന്നു ചെയ്താലി. അല്ല, ഇങ്ങനെ ഉണ്ടായതാണോന്നാണ് ഞാൻ ചോദിക്കണത്. അതെയോ? ഇതൊക്കെ ഈ ഇരിക്കണതൊക്കെ ഓരോ വാപ്പായും ഉമ്മായും ഇതുപോലെ ദുരിതം സഹിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടി ഉണ്ടായ മക്കളല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാൻ നിങ്ങൾ ഈ ദുനിയാവിൽ എന്ത് ചെയ്തു? ഇതാ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇമാം നബി തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വിശാലമായൊരു മൈതാനം, ഒരു സ്വപ്നമാണിതൊരു സ്വപ്നം. അല്ലാണ്ട് ഇപ്പോൾ പോയി കണ്ടിട്ട് വന്നാൽ അല്ലല്ലോ ഇത്. മഹാന്മാർക്ക് അങ്ങനെ ഇൽഹാമിലൂടെ കാര്യങ്ങൾ കൊടുക്കുക. വിശാലമായൊരു മൈതാനം, നിറയെ ആളുകൾ. ഈ ആളുകൾ മൊത്തം ഇങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ എന്തൊക്കെ പറക്കി എടുക്കുകയാണ്. ഒരു അസ്വസ്ഥതയില്ലാതെ അവിടെ ഒരു കസേര കയറിയിരിക്കുകയാണ്. അവൾ പറക്കണമില്ല, നോക്കണമില്ല. അപ്പോൾ ഇയാൾ ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഈ മനുഷ്യന്മാർ ഈ പറക്കണത്? നിങ്ങളെന്താ പറക്കാത്തത്? അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് പറക്കണു, എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറക്കണില്ല. അത് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ്. അവരീ പെറുക്കിയെടുത്തോണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ലോകത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ഈ കടുവിനാല് പള്ളി ഉണ്ടായ കാലം മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഇങ്ങനെ ഒരു ദുആ നടക്കാതെ ഈ മിമ്പർ എന്ന് ഖത്തീബ് ഇറങ്ങിയിട്ടുണ്ടോ? ഇത് മസ്ജിദുൽ ഹറാമിൽ ഇത് കേൾക്കാത്തൊരു ഖുത്ബയുണ്ടോ? മസ്ജിദ് നബവിയിൽ കേൾക്കാത്തതുണ്ടോ? മസ്ജിദുൽ അഖ്സയിൽ കേൾക്കാത്തതുണ്ടോ? പഠിച്ചവനെ, മഖ്സദുൽ അഖ്സ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസിനെ അല്ലാഹുവേ ഉമ്മത്തിനെ നിന്റെ ഔദാര്യം കൊണ്ട് പഠിച്ചവനെ പരിപൂർണമായും സ്വതന്ത്രമാക്കി തരണേ തമ്പുരാനെ. 6.5 ചതുരശ്ര കിലോമീറ്ററായിട്ട് ചുരുങ്ങി ഫലസ്തീൻ. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് ചിന്തിക്കണം. ഫലസ്തീനികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു കുഴപ്പം ഒരു ഭാഗത്തുനിന്നില്ല. അത് തന്നെയല്ലേ നമ്മളും കാണുന്നിടത്ത് വെച്ച് വെടിവെക്കുകയാണ്. നമ്മൾ എത്രയോ കണ്ടു ബഹുമാനികളെ. വെടിവെക്കാമെന്ന യഹൂദൻ്റെ തോക്കിൻ്റെ മുന്നിൽ തൻ്റെ കുഞ്ഞ് വെടിയേക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ ശരീരം കൊണ്ടിട്ട് പൊന്നുമോനെ മറയിലേക്ക് മറിച്ച് നിർത്തിയ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? ഇതേ മിനിഞ്ഞാത്ത ദിവസം 14 വയസ്സുള്ളൊരു കൊച്ചിനാ തലയ്ക്ക് വെടിവെച്ച് അങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ 6.5 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഫലസ്തീൻ ചുരുങ്ങിയെങ്കിൽ ഇന്നും അവിടെ യഹൂദ പട്ടാളക്കാർ റെയ്ഡ് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനെ കൂടെ കയറി ചെല്ലും. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലൊരു പെൺകുട്ടിയെ കയറി പിടിക്കുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾ എതിർക്കൂലേ? വെടിവെക്കും. ഏത് പേപ്പറാണ് നിങ്ങളൊന്ന് എടുത്തു നോക്കി. മുസ്ലിം സമുദായത്തിൻ്റെ അഡ്രസ്സിൽ ഇറങ്ങുന്ന പേപ്പർ പ്രത്യേകിച്ച് ഏത് പേപ്പറിലാണ് ഫലസ്തീനിയ യഹൂദൻ വെടിവെച്ചു വന്നു എന്നുള്ള വാർത്തയില്ലാത്തൊരു പേപ്പറും കാണിച്ചു തരാമോ? എന്താ കേട്ടോണ്ടിരിക്കണോ? എന്താ കേട്ടോണ്ടിരിക്കും? ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. നമ്മളെ മസ്ജിദുൽ അഖ്സയിലേക്ക് കയറ്റി വിടുന്നത് യഹൂദനാണ്. അവനാണ് പരിശോധിക്കുന്നത്. പൊന്നാരബി തങ്ങൾ കൊണ്ടുവന്ന് ബുറാക്കിനെ ബന്ധിച്ചായ സ്ഥലത്ത് ആ വാതയ്ക്ക കാവലിരിക്കുന്നത് അവനാണ്. ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു തആലയുടെ പ്രൈവറ്റ് മുറി എന്ന് വിശേഷിപ്പിക്കുന്ന അവിടെ കാവലിരിക്കുന്നത് ഇവനാണ്. ഇമാമ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും യഹൂദ പട്ടാളക്കാരനാണ്. കംപ്ലീറ്റ് യഹൂദ. അങ്ങനെയുള്ള ഫലസ്തീനികളുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, കണ്ടാൽ യഹൂദൻ പട്ടാളം കണ്ടാൽ വെടിവെക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്കും. മനുകളെ പടച്ചവനെ, ഈ ആകാശത്തിൻ്റെ താഴെയാണല്ലോ നടക്കുന്നത് റബ്ബേ. മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രമാണല്ലോ പടച്ചവനെ. അങ്ങനെ അള്ളാഹുവെ നിന്നെ മനസ്സിലാക്കി നിന്നിൽ പൂർണ്ണമായും വിശ്വസിച്ച എനിക്ക്
നിർഭയമായി സ്വതന്ത്രമായി സുജൂദ് ചെയ്യാൻ, എൻ്റെ വീട്ടിൽ നിർഭയമായി കിടക്കാൻ, സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പടച്ചവനെ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ അല്ലാഹ്. ലൈൻ ശക്കർതും ലഅസീദന്നക്കും, ഇത് നീ എനിക്ക് ചെയ്ത നിഅമത്താണല്ലോ റബ്ബേ. ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിന് വലിയ ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാവുമെന്ന് നീ പഠിപ്പിച്ചെങ്കിൽ ആ ദുരിത വിഷമമൊന്നും ഇല്ലാതെ ഞാനിവിടെ ജീവിക്കാൻ അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനവും ഒരു രാജ്യവും നീ എനിക്ക് തന്നല്ലോ തമ്പുരാന് എന്ന് ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മൾ സുജൂദിലേക്ക് വീഴൂലേ ബഹുമാനികളെ, അറിയാതെ വീഴൂലേ. ഇതെന്താ കണ്ടുകൊണ്ടിരിക്കണം? സ്വന്തം പിതാവിനെ ബന്ധിച്ച്, സ്വന്തം മാതാവിനെ ബന്ധിച്ചിട്ട് അവരുടെ മുന്നിലിട്ട് മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്ക്, ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നടക്കുന്നാൽ പോട്ടെ. ഞാൻ പറഞ്ഞു വരാൻ കാരണം ഈ ബൈത്തുൽ മുഖദ്ദസിലും ഈ ദുആ നടക്കുകയല്ലേ അല്ലേ? ഈ മൂമിനീങ്ങളും മൂമിനാത്തുകളും ചെയ്യുന്ന ദുആയാണ് ഈ മനുഷ്യർ ഈ പറക്കിയെടുത്തോണ്ടിരിക്കുന്നത്, മരിച്ച ആത്മാവുകൾ. അപ്പം നമ്മുടെ ദുആ നിസ്സാരമല്ലാന്നേ പറഞ്ഞ് നമ്മൾ മൗത്തായി പോയ മുഴുവൻ വിശ്വാസികൾക്കും അത് ഫലപ്പെടുകയാണ്. ഞാൻ ഇതിനകത്ത് ബന്ധപ്പെടാത്ത എന്തുകൊണ്ടാണ്? എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മകൻ പരിശുദ്ധ ഖുർആൻ പഠിച്ച മോനാ ഇരിക്കണു. നിങ്ങൾക്കും ഇല്ലേ മക്കള്? തലക്കെട്ടും കെട്ടിയിരിക്കുന്നു. എനിക്ക് മകനുണ്ട്, എൻ്റെ മോൻ പരിശുദ്ധ ഖുർആൻ പഠിച്ച മോനാണ്. അവൻ മാർക്കറ്റിൽ അലുവ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബിസിനസ് അവൻ നടക്കുമ്പോഴും നാവിൽ പരിശുദ്ധ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പരിപൂർണമായിട്ടും അവൻ ഓതിത്തീരുമ്പോൾ കൈപൊക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ ഉപ്പിച്ച് ഖബറിലാണ് തമ്പുരാനെ, ഞാൻ ഓതിയ പരിശുദ്ധ കലാമിന്റെ മിഥുന സവാബ് എന്റെ ഉപ്പാക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. ഖുർആൻ 30 ജുസും ഓതി കഴിയുമ്പോൾ മോൻ എനിക്ക് വേണ്ടി ദുആർക്കുകയാണ്. എൻ്റെ മോൻ എനിക്ക് വേണ്ടി അങ്ങനെ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ തിരക്കിനകത്ത് എനിക്ക് പോയി ഇടപെടേണ്ട കാര്യമില്ല. നമുക്കില്ലേ മക്കള്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാൻ, നിങ്ങളുടെ ഉമ്മ രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു? ബിർറു ആബാഉക്കും തബിറുക്കും അബ്നാഉക്കും ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തോട്ടോ, എന്നാ മക്കൾ നിങ്ങൾക്ക് ചെയ്യും. വാപ്പ മരണപ്പെട്ടിട്ട് ഡെയിലി മുടങ്ങാതെ യാസീൻ ഓതുന്ന മക്കൾ എത്രയുണ്ട് ഇവിടെ? ഉമ്മാനെ ഖബറിൽ വെച്ചതിൻ്റെ ശേഷം ഒറ്റ ദിവസം മുടങ്ങാതെ ഉമ്മാക്ക് വേണ്ടി യാസീനോ ദുആ ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ? ബഹുമാനികളെ, നിങ്ങൾ 5 നേരം നിസ്കരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. നിന്റെ മോൻ നമസ്കരിച്ചതിന്റെ പേരിൽ, നിന്റെ മോള് നിസ്കരിച്ചതിന്റെ പേരിൽ, അതാണ് അമില ബിമാഫി. ഖുർആൻ പഠിക്കുക മാത്രമല്ല, ഇത് ഖുർആൻ കൊണ്ടിട്ട് അവൻ അമൽ ചെയ്തു, ആ മോൻ അല്ലെങ്കിൽ ആ മോൾ അമൽ ചെയ്തു, അതിന്റെ പേരിൽ അല്ലാഹു തആല ആദരിച്ചതായ ഉമ്മ ഉപ്പയാണ്. അപ്പം നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു അതിന്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കൾ ഉയർത്തപ്പെടുകയാണ്. നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത്. നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ ഉഹ്റവിയായ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ആഖിറത്തിലേക്ക് കിട്ടുന്നു. ഇത് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുന്നത് വരെ മക്കളുടെ സഹായവും സഹകരണമൊക്കെ വേണ്ടേ? മക്കളെ കൊണ്ടിട്ട് സഹായം തേടുന്ന അവരിൽ നിന്നിട്ടൊരു സഹായം പ്രതീക്ഷിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ഉമ്മായി ഉപ്പായിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ ഓരോന്നും മാറി മാറി വരുമ്പോൾ ആശകൾക്ക് മാറ്റം വരുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കണോ. അങ്ങനെ തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കണോ, അങ്ങനെയാണ്. എല്ലാ സമയത്തും ഒരേ ആഗ്രഹങ്ങളല്ല. അപ്പം നേരത്തെ പറഞ്ഞില്ലേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അയാൾ സക്രാത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാളുടെ ആശ എന്താണ്? ഖീലമൻ അറാഖ്, ആരാണ് എന്നെ ഒന്ന് മന്ത്രിക്കാനുള്ളത്? എന്നെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനല്ല ഈ പറയണത്. ഇയാൾ ആവശ്യപ്പെടുന്നത് എന്താണ്? എന്നെ ആരാണെന്ന് മന്ത്രിക്കാനുള്ളത് മക്കളെ. പക്ഷെ നിങ്ങൾ ആരും ആ വാപ്പ വിളിച്ചു പറയുന്നത് കേൾക്കണില്ല, ഉമ്മ വിളിച്ചു പറയുന്നത് കേൾക്കണില്ല. നഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ആ മനുഷ്യനിലേക്ക് നിങ്ങളെക്കാൾ അടുത്തുള്ളത് ഞാനാണെന്ന് റബ്ബ്. മരിക്കാൻ പോണ മനുഷ്യന്റെ ആശയതാണ് എന്നെ ആരാണെന്ന് മന്ത്രിക്കാനുള്ളതേ. സൂക്കടെ കിടക്കുന്ന ആളുടെ ആശയാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആളുടെ ആശയം ഇതാണ്. ഇതുകൊണ്ടിട്ടാണ് പൊന്നാർ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, മരിക്കേണ്ട അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യാസീൻ ഓതി മന്ത്രിക്കുക, റഅദ് ഓതി മന്ത്രിക്കുക. മരിക്കാൻ പോണ ആൾ ചോദിക്കുന്നതാണ് എന്നെ ആരാ ഒന്ന് മന്ത്രിക്കാനുള്ളത്? ഈ 2 സൂറത്ത് ഓതി മന്ത്രിക്കണമെന്നാണ് ഞാൻ വിളിക്കുന്ന മക്കളോട് പറയാണ്. ഖുർആനകത്ത് 2 സൂറത്ത് അടയാളപ്പെടുത്തി വെക്കുക. യാസീൻ സൂറത്തിനകത്തൊരു നൂല് വെക്കണം, റഅദ് സൂറത്തിനകത്തൊരു നൂല് വെക്കണം, അടയാളം. വാപ്പ തല്ലിപ്പിടക്കണത് കണ്ടാൽ ഉടനെ പോയി ഖുർആൻ എടുക്കണം. ഈ അടയാളം ഞാൻ വെക്കണമെന്ന് പറഞ്ഞതിനാന്ന്, ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം എളുപ്പം അങ്ങനെ നോക്കിയാൽ കിട്ടുന്ന സാധനം അല്ല.
അതങ്ങനെ നോക്കി അന്വേഷിച്ചൊക്കെ എടുത്തും കൂടി വന്ന് യാസീൻ എവിടെ ഉള്ളതെന്ന് വെച്ച് ഇങ്ങനെ യാസീൻ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ പണി തീരും. അതിനാണ് ഞാൻ പറഞ്ഞത് അടയാളം വെക്കുക. എങ്ങനെയെങ്കിലും മുസാഫ് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അടയാളം വച്ചേക്കണ സ്ഥലത്ത് ഒരു മോൻ മറിക്കുക, അപ്പം കിട്ടി യാസീൻ. മറ്റേ ആൾ മുസാഫ് എടുത്തിട്ട് റായതിൻ്റെ അടയാളം വെച്ച അവിടെ ഇടുക, റായത് കിട്ടി. ഒരാൾ യാസീൻ അങ്ങോട്ട് ഓതിക്കൊണ്ടേയിരിക്കുക, ഓതുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതി കൊടുക്കുക. ഒരാൾ റായത് സൂറത്ത് ഓതുക, ഓതനേൻ്റെ ഇടയിൽ ഇങ്ങനെ ഊതി കൊടുക്കുക. മരണത്തിൻ്റെ വേദനയ്ക്കും സക്രാത്ത് സമയത്തുള്ള ദാഹത്തിനും രണ്ടിനും ശമനമായ രണ്ട് മരുന്നാണ് ഇത് രണ്ടും ഭയാനക. യാ ഉമ്മത്തി ഇന്നലിൽ മൗത്തി സക്രാത്ത്. പടച്ചവനെ, ഓരോ ജോയിൻറ്റുകളും വിട്ടുപോകുന്ന എല്ലാ രോമകൂപങ്ങളും അനുഭവിക്കുന്ന വേദനയാകുന്ന സക്രാത്ത് ഞങ്ങൾക്ക് എളുപ്പമാക്കി താട്ടെ അല്ലാഹുവേ. ഒരു ബഹറിലെ വെള്ളം മൊത്തം കിട്ടിയെങ്കിൽ കുടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്തുള്ള ദാഹത്തിന് പൊന്നുമക്കളുടെ ഖുർആനിൻ്റെ ഓത്തുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ദാഹം ശമനമാക്കി താട്ടെ ഇതിന് മക്കളെ നമ്മൾ പാകപ്പെടുത്തണം. ഇവിടെ ശ്രദ്ധിച്ച്, ഞാനിതിങ്ങനെ പറഞ്ഞു പോയാൽ പറ്റുമല്ലോ. ഇതിപ്പോൾ മണി വേണമെന്നാ പറയും. 2 മണിക്കൂറാണ് വഴലിൻ്റെ ടൈം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നിസ്സാര മിനിറ്റേ ഉള്ളൂ പരിപാടി നിർത്താൻ. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ പറയാമായിരുന്നു. അന്ന് ഇത്രയും വെളിവ് വച്ചിട്ടുണ്ടായില്ല. ഇപ്പം വെളിവൊക്കെ വച്ചതുകൊണ്ടേ അന്നത്തേനേക്കാളും കൂടുതൽ വകതിരിവായി. ചേറ്റുവേൽ വഴല് പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടേ റംലാനിൽ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വഴുതിങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റാൻഡൊന്നുമില്ല. ഒരു മൈക്ക് ഇങ്ങനെ കോലയിൽ വെച്ചിട്ട് ഇങ്ങനെ മൈക്ക് വെച്ചെന്നുണ്ടാവും. അതേലിങ്ങനെ പിടിച്ചോണ്ടൊക്കെ ഇങ്ങനെ തട്ടലാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാക്ക കഴിഞ്ഞിട്ട് ഉസ്താദേ ഇടയത്താഴം പോയി. എന്താ പറഞ്ഞ ഇടയത്താഴം പോയിന്ന് എന്തേ ഉസ്താദ് ചെവി ഓർത്ത് നോക്കി. അപ്പോൾ കേൾക്കാൻ പള്ളി നസ്സലാത്തു ഖൈറും മിനന്നൗം. തറാവി കഴിഞ്ഞപ്പോൾ തുടങ്ങിയേക്കണ. സുബിയായിട്ട് നിന്നിട്ടില്ല. അത് ആ കാലമാണ്. അന്ന് ഇത്രയും ബോധമില്ല. ഇപ്പോൾ ഇച്ചിരി ബോധമൊക്കെ വച്ചതുകൊണ്ട് 2 മണിക്കൂർ കൂടുതലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, 2 മണിക്കൂറായാൽ പരിപാടി ക്ലോസ് ആവും. അല്ലാഹു തആല മക്കളെ കൊണ്ട് തല താഴ്ത്താൻ ഈ ഇരിക്കുന്ന ഒറ്റ ഉപ്പമാർക്കും, മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഉമ്മമാർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇടവരുത്താതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട രീതിയിൽ മക്കളെ ഓത്തൊക്കെ കേട്ട് നമ്മൾ മരിക്കണമെങ്കിൽ എന്ത് വേണം? മക്കളെ കൊണ്ട് ഈ പറയപ്പെട്ട ദുനിയാവിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ആഖിറത്തിൻ്റെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ദുനിയാവിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നെന്നുള്ളത് ആയത്ത് ഓതുമ്പോൾ കിട്ടും. ഈ നിലവാരത്തിൽ നമ്മുടെ മക്കൾ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ ഫലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മക്കളെ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞതായ ആ ശൈലിയിലൂടെ നമ്മൾ വളർത്തണം. അപ്പോഴേ കിട്ടുള്ളൂ. അടയ്ക്ക കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് തേങ്ങ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? അടയ്ക്ക കുഴിച്ചിട്ട് അടയ്ക്കമരം ഉണ്ടാവും, അടയ്ക്ക ഉണ്ടാവും. നമ്മുടെ മക്കളെ ഈ നിലയ്ക്ക് ഫലപ്പെടാവുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ? ജനിച്ച അന്ന് മുതൽ 16ാമത്തെ വയസ്സ് എത്തുന്നത് വരെ ഒരാൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ നിങ്ങൾക്ക് ഫലപ്പെടണമെങ്കിൽ ഇന്ന നിലവാരത്തിലൂടെ ഇന്ന ശൈലിയിലൂടെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ലോകാനുഗ്രഹി നബീന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നെങ്കിൽ നമ്മളതിന് തയ്യാറുണ്ടോ? അള്ളാഹിൻ്റെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പം മക്കളുള്ളവരുണ്ട്, പേരക്കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, ഇനി കല്യാണം കഴിക്കാൻ പോണവരുണ്ട്, ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ മക്കൾ നന്നാവാത്തതിൻ്റെ പേരിൽ, ഫലപ്പെടാത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാലേ ഈ ആൾക്കാരുടെ മുമ്പിൽ പറയാത്തതാ. എന്തിടാൻ കാര്യം ഇപ്പോൾ കുറേ ആയിട്ട് വലിയ ക്ഷീണമാണല്ലോ. ഒന്നുമില്ല. അല്ല ഷുഗറുണ്ടോ? ഷുഗറും ഒന്നുമില്ല. പിന്നെ എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്നുള്ളത് അത് പറയാൻ പറ്റില്ല. എന്താ കുഴപ്പം? എന്താ? നല്ല വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മോനാ. ഒരക്ഷരം അങ്ങോട്ട് പറയാൻ നിർത്തിയില്ല. ഒരു വാക്കങ്ങോട്ട് പറയുമ്പോഴത്തേക്കും സിംഹം ഗർജിച്ചിട്ട് ചാടാൻ മന്നൻ ഇങ്ങോട്ട് കടിഞ്ഞിട്ട് വരുമോ അങ്ങോട്ട്. മിണ്ടാൻ നിർത്തിയില്ല. മനസ്സിന് വേദനയായോ? എൻ്റെ താത്താപ്പ് ഒരു 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 ഇതുപോലെ ഒന്നുമില്ലാടി. എന്തേ? ഓമനിച്ച് വളർത്തിയ മോളാ. എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും പേപ്പട്ടി വന്നാരിയാണ് ഉമ്മയുടെ അവിടത്തേക്ക് തന്നെ. മിണ്ടാൻ പറ്റൂല. എന്നിട്ട് ഇങ്ങനെ നടക്കുക, കീപ്പോട്ട് നോക്കി. വീട്ടിലൊക്കെ സുഖമാണോ? പിന്നെ വളരെ സുഖമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തേ ഈ ആൾക്കാരോട് പറയാൻ പറ്റാത്ത ഇടങ്ങേറിലേക്ക് വന്നത്? വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല.